ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇന്ന് മലപ്പുറം തിരുനാവായയിലാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ അഭിമാന പുരസ്സരം ക്ഷണിച്ചിരിക്കുന്നത് 2 അതിഥികളെയാണ്. തിരുനാവായയിൽ റെയിൻബോ ഹബ്ബ് എന്ന സ്ഥാപനത്തിന്റെ പാർട്ണർമാരായ ഉസ്മാൻ കോയ സാറും താജുദ്ദീൻ സാറുമാണ്. അപ്പോൾ റെയിൻബോ ഹബിനെ കുറിച്ച് പറഞ്ഞോളൂ. ഇത് ആരംഭിച്ചിട്ട് ഒരു 12 വർഷമായി അല്ലേ? റെയിൻബോ ഫർണിച്ചർ എന്നുള്ള ഒരു ഐക്കൺ നെയിമിൽ തന്നെ തുടങ്ങിയതാണ്. ഞങ്ങൾ 2 പേര് മാത്രമല്ല, മൂന്നാമതൊരാളുണ്ട്. പക്ഷെ അയാളാണ് ഇതിന്റെ മെയിൻ പ്രൊമോട്ടർ. ഓക്കെ, അപ്പോൾ റെയിൻബോ ഹബിന്റെ മെയിൻ ഒരു വ്യക്തി കൂടിയുണ്ട്, അബ്ദുൽ നാസർ EP എന്ന് പറയുന്നത്. ഇവിടുത്തെ എടക്കുളത്ത് ഈ തിരുനാവായയിലെ അബ്ദുൽ നാസർ EP സർ. അദ്ദേഹത്തിന്റെ സമയക്കുറവ് മൂലം അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കൂടി ഇവര് പങ്കിടുന്നതായിരിക്കും അല്ലെ? അദ്ദേഹം ആണ് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ ബ്രദറിലോയാണ് താജുദ്ദീൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ബ്രദറിലോക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ സ്റ്റാർട്ടിങ്ങില് ഞങ്ങൾ 2 പേരും ആണ് തുടക്കത്തിലുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇദ്ദേഹം വന്നു. എന്താണ് നമ്മുടെ ഇവിടുത്തെ സേവനങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ, അതൊന്ന് പറയൂ സാർ. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണ്. ഫർണിച്ചർ ഉണ്ടായിരുന്നു, റെയിൻബോ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് തുടക്കത്തില്. പിന്നെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. റെയിൻബോ ഹബ്ബ് എന്നുള്ളത് നമ്മുടെ മദർ കമ്പനിയാണ്. മദർ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 2 സ്ഥാപനം കൂടി നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തു. ഒന്ന് ഡിസൈനേഴ്സ് ഗലേറിയ. അത് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റീരിയർ ഡിസൈൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഇന്റീരിയർ പ്രൊഡക്ട്സ്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആയിട്ടുള്ള ഇന്റീരിയറുമായി ബന്ധപ്പെട്ട A to Z സാധനങ്ങളിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. റെയിൻബോ ഹബ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റോ മെറ്റീരിയൽസ്, അതായത് പ്ലൈവുഡ്, മൾട്ടിവുഡ്, മൈക്ക തുടങ്ങിയ ബേസിക് റോ മെറ്റീരിയൽസ്, ഹെവി മെറ്റീരിയൽസ് ഒക്കെ അത് അവിടെ ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ ലക്ഷറിയസും പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് ഡിസൈനേഴ്സ് ഗലേറിയ എന്നുള്ള സെക്ഷൻ ഹാൻഡിൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു സ്ഥാപനം കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, റെയിൻബോ ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മൈക്ക ഒക്കെ അതൊരു വർക്ക്ഷോപ്പ് പോലെ പ്രസ്സിംഗ് യൂണിറ്റ്, അതായത് താഴത്തെ മെഷീനറി നിങ്ങൾ കാണാം, അതിന്റെ മെഷീനറി ഉണ്ട്. പ്രസ്സിംഗ് യൂണിറ്റും എഡ്ജ് ബാൻഡിങ്ങും ചെയ്ത് കൊടുക്കുന്നു. അതായത് ഈ ഒരു കസ്റ്റമർക്ക് വേണമെങ്കിൽ പ്ലൈവുഡ് എടുത്ത് ഇവിടെ നിന്ന് തന്നെ മൈക്ക പ്രസ് ചെയ്ത് അത് ഫിനിഷ്ഡ് ഇതാക്കി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള വർക്കുകൾ ചെയ്താൽ മതി. ഒരു കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലാണ്, പിന്നെ ഈ ആർക്കിടെക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലാണ്, അറ്റ് ദ എൻഡ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലാണ്. അതായത് ലാബർ ചാർജസ് ഒരു 20% ചുരുങ്ങും ഇത് ഇവിടുന്ന് ചെയ്ത് കൊണ്ടുപോകുകയാണ്. ആ ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന സ്ഥാപനം കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് കസ്റ്റമേഴ്സിന് നമുക്ക് എന്താ പറയുക, ബുക്കുകൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. എല്ലാം നമ്മൾ ലൈവ് ഷീറ്റ്, ഇപ്പൊ മൈക്കൊക്കെ ഫുൾ ഷീറ്റ് ബുക്ക്, ചെറിയ ബുക്ക് മറിക്കുന്നതിന് പകരം ഫുൾ ഷീറ്റ് കാണിക്കുക. അതായത് നമ്മുടെ ശ്ലോകം പറയുന്നത് കം ടച്ച് ഫീൽ ആൻഡ് ബൈ, വന്ന് കണ്ട് അനുഭവിച്ച് വാങ്ങിക്കുക. താജുദ്ദീൻ സാർ, അപ്പൊ ഈ റെയിൻബോ ഹബ്ബില് എത്ര സ്റ്റാഫുകളാണ് മൊത്തമുള്ളത്? ഇപ്പോൾ ഉള്ളത് 12 സ്റ്റാഫുള്ളത്. 12 സ്റ്റാഫുകൾ അല്ലേ? അതേപോലെ ഒരു 10 സ്റ്റാഫിനെയും കൂടി ഞങ്ങൾ പുതിയ സെക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഞങ്ങള് പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ഇതിൽ വാൾ ഡെക്കോർ ഐറ്റംസ്, വാൾപേപ്പർ, ക്ലോക്ക്, പിന്നെ പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, പിന്നെ അതേപോലെ തന്നെ വാൾപേപ്പേഴ്സ് ഒരു വെറൈറ്റി വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ലൂവേഴ്സ്, ചാർക്കോൾ പാനൽസ്, അക്രിലിക്. ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് തിരിയാൻ ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടായിരുന്നില്ല? പിന്നെ മറ്റേ പാർട്ണർ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹം ഗൾഫിൽ ഫർണിച്ചർ ഫീൽഡ്. അതാണ് ഞാൻ ചോദിച്ചത് അല്ലേ? ഇത്രയും നേരം സാറിന്റെയും നമ്മുടെ റെയിൻബോ ഹബിന്റെ ഒക്കെ വിശേഷങ്ങൾ പ്രേക്ഷകരോട് പങ്കുവിട്ട 2 സാർമാർ, ഉസ്മാൻ കോയ സാറിനും താജുദ്ദീൻ സാറിനും എന്താ പറയുക, ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്.